എല്ലാത്തിനും നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നെയാണ് അവര്, പക്ഷെ അവർക്ക് മാത്രം മുൻഗണന കൊടുത്ത് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ നേടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ എല്ലാവരുടെയും വോട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ആരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും എല്ലാ വിഭാഗപ്പെട്ട ആളുകളും സന്തോഷത്തോടു കൂടി വോട്ട് തന്നാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ സഹായങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവര് അർഹതപ്പെട്ടവരാണോ എന്ന് നോക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജാതി അടിസ്ഥാനത്തിലല്ല ജനങ്ങളെ സേവിക്കേണ്ടത്. അതായത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജാതി അടിസ്ഥാനത്തിലല്ല ജനങ്ങളെ സേവിക്കേണ്ടത്, അർഹതയുണ്ടോ എന്നത് നോക്കിയിട്ടാണ്. ഒരുപാട് ആളുകൾ, ഇപ്പൊ ചിലരെന്ന് പറഞ്ഞാൽ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും, പക്ഷേ ജീവിക്കാൻ അഷ്ടിക്ക് വകയുണ്ടാവില്ല. ഒട്ടും അഷ്ടിക്ക് പറയാനൊരു ജാതി പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് തിന്നാനോ കാണില്ല, ചിലപ്പോൾ കുടിക്കാനും കാണില്ല. അത്രയും വലിയ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും. കിടക്കാനൊരു നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലും ആ ഒരു വീട്ടിലുണ്ടാവില്ല. പക്ഷേ എന്നാലും പേരിന്റെ അറ്റത്ത് നായർ എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒരു തരത്തിലുള്ള മുൻഗണനയും കിട്ടത്തില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം പഠനമുറി സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ അതുപോലും ഇല്ലാതെ, പഠനമുറി എന്ന് പറയുന്ന ഒരു സംഭവം പോലും ഇല്ലാണ്ട് കിടക്കാൻ പോലും ഒരൊറ്റ റൂമിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരൊറ്റ മുറിയിൽ ഭാര്യയും ഭർത്താവും മക്കളും മുതിർന്ന മക്കളും കൂടി ഒരൊറ്റ മുറിയിൽ ജീവിക്കുന്ന വീടുകളും ഉണ്ട് നമ്മുടെ നാട്ടില്. അവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ജാതി അടിസ്ഥാനത്തിലല്ല ആളുകൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കേണ്ടത്. ആളുകൾ അത് അർഹതയുള്ളവരാണോ എന്ന് നോക്കിയിട്ട് ജനങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.